പക്ഷെ അതിൽ ഒരു വിഭാഗം പറയുന്നുണ്ട് അർശിൻ്റെ തണൽ കിട്ടുന്നത് ആരാന്നറിയോ? റജുലുൻ. റജുലുൻ ഒരാൾ. അവിടെ പുരുഷൻ എന്നൊന്നും അർത്ഥമില്ല കേട്ടോ, ആണാവട്ടെ പെണ്ണാവട്ടെ. റജുലുൻ ഒരാൾ. ഹീ സ്റ്റഡി ഇൻ +2 or ഡിഗ്രി. ദഅതു ഇംറഅത്തുൻ, ഒരു പെണ്ണ് ഹായ് എന്നിട്ട് മെസ്സേജ് അയച്ചു. ചില്ലറക്കാരിയൊന്നല്ല ഓള്. ദാതു മൻസിബിൻ വജമാലിൻ, ഷീ ഈസ് ബ്യൂട്ടിഫുൾ ആൻഡ് മാർവൽ. ആ പെണ്ണ് ക്ഷണിച്ചു, വൃത്തികേട്. അപ്പോൾ ഫഖാൽ ഇന്നി അഖാഫുല്ലാ, നമ്പർ അങ്ങ് ബ്ലോക്ക് ചെയ്തു. നമ്പർ ബ്ലോക്ക് ചെയ്യാൻ 4G കാലത്ത് ആകെ 2 സെക്കൻഡ് കിട്ടും. ആർസിൻ്റെ തണൽ ഓഫറും അങ്ങനെ കിട്ടി. ഇത്ര പെട്ടെന്ന് തെറ്റ് ചെയ്യാൻ ചാൻസ് കിട്ടിയിട്ട് ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലർ ഈമാനൊന്നും പോരാ, ചില്ലർ ഈമാൻ പോരാ. അതാണ് അത്രയും വലിയ ഓഫർ ആ നന്മക്ക് അല്ലാഹു വെച്ചത്. അർശിൻ്റെ തണൽ കിട്ടുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ അറിയാം? അയാൾ ഈമാനോട് മരിക്കുന്ന. ഈമാനില്ലാത്തവർക്ക് എന്താ അർശിൻ്റെ തണൽ? അവിടെ പറഞ്ഞ പ്രയോഗം നിങ്ങൾ ശ്രദ്ധിച്ചോ? റജുലുൻ ഒരാൾ, അതാണാവട്ടെ പെണ്ണാവട്ടെ. എതിർലിംഗത്തിൽപ്പെട്ട ആണോ പെണ്ണോ മെസ്സേജ് അയച്ചു വൃത്തികേട് അല്ലെങ്കിൽ ക്ഷണിച്ചു. ഫഖാൽ അയാൾ ഇന്നി അഖാഫുല്ലാഹ് എന്ന് ചിന്തിച്ച് മാറി നിന്നാൽ അയാൾക്ക് അർശിൻ്റെ തണലുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എൻ്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, ജീലാനി അനുസ്മരണം കഴിഞ്ഞു പോകുമ്പോൾ നമ്മളിൽ രൂപപ്പെടേണ്ട ഒരാശയം, ഞാൻ പൂർണ്ണമായി തെറ്റെന്ന് മാറി നിൽക്കുന്ന, തെറ്റോടുകൂടി ഖദിറൻ വനജസൻ, തെറ്റോടുകൂടി അള്ളാഹുവിലേക്ക് തങ്ങളിലേക്ക് ഞാൻ അടുക്കാനാണ്.